ഇന്ന് നമുക്ക് സ്ട്രൈറ്റ് പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ പോക്കറ്റ് എങ്ങനെയാണ് സ്ട്രൈറ്റ് പാൻറിൽ കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് വെക്കാം. ശ്രദ്ധിക്കുക, സാധാരണ നമ്മൾ നാലായിട്ടാണ് മടക്കാറ്, ഇത് രണ്ടായിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതൊന്ന് അതിൻ്റെ അരികവശം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് തുണി എത്രയാണ് ലെങ്ത്ത് എന്നൊക്കെ ഉള്ളതെന്ന് നോക്കാം. തുണിയല്ല, നമുക്ക് പാൻറ്റിന് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ പാൻറ്റിന് നമുക്ക് അലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മുകളിലോട്ട് നമുക്ക് ലെങ്ത്ത് വരും. അപ്പോൾ നമ്മുടെ ആകെ ലെങ്ത്തിൽ നിന്നും 1.5 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയാൽ മതിയാവും. പിന്നെ താഴെ നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെങ്ത്തും കൂടെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ മടക്കി അടിക്കാൻ ഇത് തുണിക്കനുസരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ വീതിയിലൊക്കെ മടക്കി വേണമെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ നമുക്ക് തുണി ഏച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മടക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് ഉള്ള തുണി കൊണ്ട് നമ്മൾ ചെയ്യുവാണ്. നമ്മൾ ഇതിൽ ഏപ്പൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിപ്പിൻ്റെ അളവ് നമുക്ക് കൊടുക്കാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് അരവണ്ണത്തിൻ്റെ അവിടെ എത്രയാണ് വിടുത്ത്, എങ്ങനെയാണ് എടുക്കുക എന്നുള്ള എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ അളവുണ്ടല്ലോ, അതിൽ 4/1 ഭാഗം +1 +1.5 +1 മതിയാവും കേട്ടോ. അപ്പോൾ ലൂസ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ലൂസ് ഫുള്ള് കൊടുക്കുന്നത് ബാക്ക് ഭാഗമാണ്, മുൻഭാഗത്ത് നമ്മൾ ലൂസ് കൊടുക്കണില്ല. അപ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ 4/1 ഭാഗത്തിൽ +1 കൊടുത്താൽ മതി കേട്ടോ. കുറച്ചും കൂടെ അധികം വീതി വേണമെന്നുള്ളവർക്ക് 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ നട പൊട്ടാതിരിക്കാനുള്ള തുണിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വിടുത്ത് വേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നല്ല വിടുത്ത് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വിടുത്തിലെടുക്കാം. ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ക്രോച്ച് ഏരിയയിൽ 13 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മുടെ മുകൾ ഭാഗത്ത് 1.5 ഇഞ്ച് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്കൊരു 14 ഇഞ്ച് കിട്ടും. കാരണം 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും, 14 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 13-13.5 ഇഞ്ച് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേ അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പുറത്തെ സൈഡിലും നമ്മൾ കൊടുക്കണം. ഈ സൈഡിൽ നമ്മൾ, അതായത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിലത്തെ ഏറ്റവും മുന്നിലുള്ള സൈഡിലും നമ്മൾ കൊടുക്കണം. പിന്നെ അതുപോലെ അവിടുന്ന് ഇവിടേക്ക് ക്രോച്ച് ഏരിയൻ്റെ അവിടെ എത്രയാണോ വിടുത്ത് കിട്ടുന്നത് ആ ഒരു വിടുത്ത് താഴെയും അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ പകുതി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ 13 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ 13 ഇഞ്ച് താഴോട്ട് എടുത്തു. പിന്നെ നമ്മളിപ്പോൾ സപ്പോസ് നമ്മുടെ ഹിപ്പിൻ്റെ നമ്മളവിടെ അരവണ്ണത്തിൻ്റെ അവിടെ 13 എടുത്തതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ 15 കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 15 ആണെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ബോട്ടം ഭാഗത്തും 15 എടുക്കുക. 15ൻ്റെ പകുതി എത്രയാണ്, 7.5 അല്ലേ. അപ്പോൾ ആ 7.5 അടയാളപ്പെടുത്തുക, പകുതിയിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ 7.5ൻ്റെ ആ നടുഭാഗത്ത് നിന്ന് വലത്തോട്ടും ഇടത്തോട്ടും 3 ഇഞ്ച് ഈച്ച് എടുക്കുന്നത്. നമുക്ക് 3 ഇഞ്ച് 6 ഇഞ്ചാണ് നമ്മളുടെ സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ താഴെ വരുന്നതെങ്കിൽ 3 ഇഞ്ച് നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ അടയാളപ്പെടുത്താം. ഇനി കൂടുതൽ വേണ്ടവർക്ക് 3.5 ഇഞ്ചൊക്കെ നമുക്ക് പലാസ പാൻറ്റും ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് അടിക്കണമെങ്കിൽ നമുക്കിതുപോലെ കൊടുക്കാം. അപ്പം നമുക്ക് 4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാം. ഇത് ശരിക്കും പെൻസിൽ പാൻറ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് 3 ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും നമുക്ക് 3 ഇഞ്ച് ഈച്ച് അടയാളപ്പെടുത്താം. ഇതിങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ, അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആ ഒരു ഓപ്പൺ സൈഡിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ അങ്ങനെ കൊടുക്കരുത്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, ഒന്ന് സൂം ചെയ്തിട്ട് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ സൈഡിൽ കൊടുക്കുക. നമ്മൾ സെൻറ്റർ ഭാഗത്തേക്കല്ല കേട്ടോ നമ്മൾ വരയ്ക്കണത്, ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ ഒരു അടയാളപ്പെടുത്തിയ ഭാഗത്തോട്ടാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിൽ നിന്ന് ക്രോച്ച് ഏരിയൻ്റെ അവിടേക്ക് 13 ഇഞ്ചാണെന്നെങ്കിൽ നമ്മുടെ ആ സൈഡിലോട്ടും 13 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തണം. അപ്പോൾ ആ ഒരു അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത് നിന്ന് ഈ 3 ഇഞ്ചിലോട്ടാണ് ഞാൻ വരക്കുന്നത് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കുക, ഈ 3 ഇഞ്ചിലോട്ട് തന്നെയാണ് വരക്കുന്നത്.
ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും വല്ലാതെ അടിച്ചു വിടണമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതൊന്ന് ജസ്റ്റ് കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ പിന്നെ ഞാൻ എന്താ വെച്ചാൽ താഴെ ഒരു ഏകദേശം അളവ് മുകളിൽ 7.5 താഴെ 6 ആയിട്ട് ബോട്ടം സൈഡിൽ 6 ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും അധികം വരുന്നത്. അപ്പോൾ ഒരു ലൂസൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ അളവൊന്നും പ്രത്യേകമായിട്ട് എടുക്കാറില്ല. ഇനി നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നീൻ്റെ അവിടെ എത്രയാണ് ലൂസ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വരച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ വരക്കുന്നത് താഴെ ഭാഗത്ത് നമ്മൾക്ക് മടക്കി അടിക്കാനുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കട്ടെ. അപ്പം നമുക്ക് മടക്കി കൊടുക്കുമ്പോൾ മടക്കി തയ്ക്കുമല്ലോ, നമ്മൾ താഴെ ബോട്ടം സൈഡിൽ മടക്കി കൊടുക്കുമല്ലോ. അങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ ഒരു പകുതി മടക്കി അങ്ങനെയാണ് വരിക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഇവിടെയാണ് നമ്മൾ അളവ് എടുക്കേണ്ടത്. ബാക്ക് പീസിൽ ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു തുണി നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് ഈ ഒരു സൈഡ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഈ സൈഡ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഇനി ഇത് നല്ലോണം നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് വരയ്ക്കല്ല, നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് നോക്കുക. ചുളിവൊന്നും വരരുത്. നമുക്ക് അളവ് കറക്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് വിരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ശരിക്കും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോവേ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അടുത്ത പരിപാടി വരുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തല്ലോ, ആ ഭാഗത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് 2 പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും നമുക്ക്. മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സെൻറ്റർ ഭാഗം താഴെ ഭാഗത്ത് നമുക്ക് കുറച്ച് ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം താഴെ ഭാഗം നമ്മൾ സെൻറ്റർ നോക്കിയിട്ടില്ലായിരുന്നോ, ഒരു 3 ഇഞ്ച് അപ്പുറം 3 ഇഞ്ച് ഇപ്പുറം ആക്കിയാണ്ട് വെച്ചിട്ടില്ലായിരുന്നോ. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ നോക്കുക. അത് എത്രയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 7.5 ആണെങ്കിൽ 7.5 നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മുടെ സൈഡിൽ നിന്ന് 7.5 ഇഞ്ച് കൊടുത്തിട്ട് അത് സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ സെൻറ്റർ ഭാഗം ബാക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒരുപോലെ വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അളവ് തെറ്റിപ്പോവും. പിന്നെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചുളിഞ്ഞ് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ സെൻറ്റർ ഭാഗം കണക്കാക്കി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ട് വേണം, നമുക്ക് കുറച്ച് അളവുകളുണ്ട് ബാക്ക് ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തൽക്കാലം ഒന്ന് പിൻ ചെയ്ത് വെച്ചോളൂ. ഇനി നമുക്കില്ലേ മുകൾ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം, അതായത് ഫ്രണ്ട് ഭാഗത്തിനേക്കാളും 1.5 ഇഞ്ച് നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക വലതുവശത്തോട്ട്. എന്നിട്ട് ആ 1.5 ഇഞ്ചിൽ നിന്ന് നേരിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് താഴത്തോട്ട് ക്രോച്ച് ഏരിയൻ്റെ അവിടേക്ക് വരക്കുക. എന്നിട്ട് അവിടുന്ന് ആ വരച്ച വരയിൽ നിന്ന് 2 ഇഞ്ച് വലത്തെ സൈഡിലോട്ട് നമ്മൾ വീണ്ടും വരക്കുക. നമ്മൾ ക്രോച്ച് ഏരിയ എൻ്റെ ഷേപ്പ് കൊടുക്കുന്നില്ലേ അവിടെ കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഈ അരവണ്ണത്തിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഒന്ന് മുകളിലോട്ട് ഒന്ന് വരച്ചിട്ടൊന്ന് ചരിച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് ചരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോളും. ഈ 1.5 ഇഞ്ചിൻ്റെ താഴത്തു നിന്ന് നേരിട്ട് നമ്മൾ വരച്ചില്ലേ, ഇനി ഇതാ ഇവിടുന്ന് നമ്മൾ 2 ഇഞ്ച് ഈ സൈഡിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നട പൊട്ടാതിരിക്കാനുള്ള ആ ഒരു തുണിയും കൂടി വെച്ചുകൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് താഴെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. മുകൾ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം ലൂസായിട്ട് നമ്മുടെ ആ അരവണ്ണത്തിൻ്റെ അവിടെയും നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് അത്യാവശ്യം ലൂസായിട്ട് കിട്ടും ചെയ്യും. നമ്മുടെ നട പെട്ടെന്ന് പൊട്ടാതിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നൂലിങ്ങനെ വലിഞ്ഞു നിൽക്കുമല്ലോ, ആ ഒരു സ്വഭാവമൊന്നും ഇല്ലാതെക്കാൻ നമുക്കിത് നല്ല മട്ടത്തിൽ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രോച്ച് ഏരിയൻ്റെ അവിടെ നമ്മൾ ഷേപ്പ് കൊടുത്തു. ഇനി നമുക്ക് മുകളിൽ താഴെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ
നമ്മൾ ബാക്ക് സൈഡിൽ മാത്രമാണ് ബാക്കിൻ്റെ പീസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1.5 ഇഞ്ച് നമ്മൾ ബാക്ക് ഭാഗത്താണ് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു 1.5 ഇഞ്ച് കൊടുത്തിട്ട് താഴോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 1.5 അങ്ങനെ വരച്ച് അങ്ങനെ പോകുന്നു വേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പ്രൊഫഷണലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സ്കെയിലൊക്കെ വാങ്ങുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സ്കെയിലിൻ്റെയൊക്കെ ഇത് ഞാൻ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ക്രോച്ചേരിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഒരു സൈഡിൽ നമ്മൾ അളവ് എക്സ്ട്രാ അടയാളപ്പെടുത്തി കൊടുത്തേ, അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ അളവുകൾ രേഖപ്പെടുത്താനും ഒക്കെയുള്ള മാറ്റങ്ങൾ വരുത്താൻ. ബാക്കിയുള്ളത് മറ്റേ ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിൻ്റെ സെയിം പോലെ തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ട് മനസ്സിലായവരും ഇഷ്ടപ്പെട്ടവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇത് നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ എത്രയോ പൈസ കൊടുത്ത് പഠിക്കേണ്ടതല്ലേ, നമ്മളതൊന്നും ചോദിക്കണില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. നമുക്കും വേണ്ടടോ എന്തെങ്കിലുമൊക്കെ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, അരവണ്ണത്തിൻ്റെ അവിടെ, അതായത് എലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാൻഡ് വേണം. അതിന് 4 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ബാൻഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു അരവണ്ണം നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് ആ ഒരു വണ്ണാണ് കേട്ടോ. അതായത് നമ്മുടെ പാൻറ്റിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു റൗണ്ടിൻ്റെ ഇതാണ് വേണ്ടത്. വിടുത്ത് 4 ഇഞ്ചാണ് കേട്ടോ. ആ റൗണ്ട് പലർക്കും പല വ്യത്യാസമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാത്തത്. അപ്പോൾ ആ റൗണ്ട് നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒക്കെ നമുക്ക് അളന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചധികം എടുത്തോണ്ടു, ബാക്കി വന്നാലും നമുക്ക് വെട്ടിക്കളയാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പോക്കറ്റാണ്. പോക്കറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ് നമുക്ക് ശീല വേണ്ടത്. അപ്പോൾ നമുക്ക് പോക്കറ്റും കൂടെ കട്ട് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ. പോക്കറ്റിൻ്റെ വിടുത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെയാണ്, അധികം വേണ്ടവർക്ക് അധികം എടുക്കാം. ഒരു മിനിമം 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചെങ്കിലും എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് പോക്കറ്റ് വേണമെങ്കിൽ ചെയ്യാം, ഈ ഒരു മോഡൽ. അതായത് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്ക്വയർ അല്ല റെക്റ്റാങ്കിൾ പീസായിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെക്റ്റാങ്കിളാണ് കൊടുക്കുന്നത്, ഷേപ്പ് ആക്കുന്നില്ല. ഷേപ്പ് ആക്കേണ്ടവർക്ക് ഷേപ്പ് ആക്കാം, അതിനാണ് ഞാൻ ഷേപ്പ് ആക്കുന്ന രീതി കാണിച്ചു തന്നത് കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം ഫോൾഡ് ചെയ്ത ഭാഗമാണ്, അപ്പോൾ നമുക്ക് ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ പോക്കറ്റിന്റെ ലെങ്ത് 10 ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10 ഇഞ്ച് വേണം, എന്നെങ്കിലേ നമുക്ക് ഫോണൊക്കെ ഇട്ട് വെക്കണ്ടേ. സ്റ്റിച്ചിങ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് കൊടുക്കാം. ഇത് വീഡിയോ അധികം ലെങ്ത് ആയി പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ലാഗ് അടിക്കും. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ. പോകലിട്ട ഒരു പ്രധാന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യണേ.